ഈമാനുള്ള സ്ത്രീകൾക്കും ഈമാനുള്ള പുരുഷന്മാർക്കും പുറത്തു കൊടുക്കാൻ തങ്ങൾ എന്നോട് പറയൂ നബിയേ. തങ്ങൾ പറഞ്ഞാൽ പുറത്തു കൊടുക്കും. അതാണ് ശഫാഅത്ത്. ഏറ്റവും വലിയ എപ്പോഴും നടക്കുന്ന ശഫാഅത്ത് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഖബറിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലേ ഹയാത്തി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഖൈറ് തന്നെ. കാരണം നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് ഖബറിൽ കാണിക്കപ്പെടും. ഇദാ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, നിങ്ങൾ നല്ല കാര്യം ചെയ്തത് കാണുമ്പോ ഞാൻ അൽഹംദുലില്ലാഹ് പറയും. വഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, എന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചത് ഞാൻ കാണുമ്പോൾ, എന്റെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത കാര്യം, ചെറുപ്പക്കാരെ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്നത് ഖബറിൽ വെച്ച് അവിടുന്ന് അറിയുന്നു, കാണുന്നു. ഖുർആനിൽ തന്നെ പറഞ്ഞില്ല, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു, സത്യവിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ച് ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവരുടെ കുടുംബങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഖബറിൽ മുഅ്മിനീങ്ങൾക്കും അറിയിക്കപ്പെടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയണോ? ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞില്ലേ, അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് ഹദീസിലും പഠിപ്പിക്കുന്നു. അതാ ഇമാം ബസാർ റിപ്പോർട്ടിന്റെ ഹദീസ്, ഞാൻ ഖബറിൽ ഓരോ വിവരവും അറിയുന്നു. അങ്ങനെ അറിയുമ്പോൾ ഇദാ വജത്തു ഖൈറൻ ഹമിത്തുല്ലാഹ്, നിങ്ങൾ ഖൈറായ കാര്യം ചെയ്താൽ അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വഇദാ വജത്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾ മോശമായ വിജയം കാണുമ്പോ ഞാൻ നിങ്ങളെ ശപിക്കൂല, ഞാൻ നിങ്ങളെ കുറ്റം പറയൂല. ഞാൻ എന്ത് ചെയ്യും? എന്റെ രാജാവായ റബ്ബിനോട് എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്നാവശ്യപ്പെടും. ഞാൻ പൊറുക്കലിനെ ചോദിക്കും. അതല്ലേ റഹ്മത്തുൽ ആലമീൻ. അതേ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീകളോട് വല്ലാത്ത ദയയാണ്, മുഅ്മിനീകളോട് വല്ലാത്ത കാരുണ്യമുള്ള റഹീമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.